തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിനുള്ള അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ സിപിഎമ്മിന്റെ നേതൃയോഗങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയാണ് നടക്കുന്നത്. ഏരിയ തലം മുതലുള്ള ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുക. അത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ചെയ്യും. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്നത് സംബന്ധിച്ച തർക്കം ഇപ്പോഴും തുടരുക തന്നെയാണ്. സിപിഎമ്മും സിപിഐയും രണ്ട് തട്ടിൽ തന്നെയാണ്, ഉറച്ച നിലപാടുമായാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് രണ്ട് പാർട്ടികളും തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. അത് തീർച്ചയായും മുന്നണിയുടെ ഐക്യത്തെ അടക്കം ബാധിക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. നമുക്ക് ആദ്യം ബിനോയ് വിശ്വത്തിന്റെ സിപിഐ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കേൾക്കാം. കെട്ടപ്പെടല്ലേ, എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാൻ കഴിയും ലെഫ്റ്റിൻ്റെ രാഷ്ട്രീയത്തിൽ. ഇടതുപക്ഷം ഒരു വെറും പക്ഷമല്ല, അതിന് രാഷ്ട്രീയ ബോധമുണ്ട്, രാഷ്ട്രീയ ഐക്യമുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വർഷങ്ങളും വെക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛയുണ്ട് LDFിലെ ഓരോ പാർട്ടിക്കും. അത് CPIക്കുണ്ട്, CPMനുണ്ട്. കേരളത്തിൽ ഈ വിഷയത്തിൽ പരിഹാരമാകത്തോണ്ടാണോ ദേശീയ നേരത്തെ ബന്ധപ്പെടുന്നത്? അതൊക്കെ നിങ്ങളുടെ വാർത്തകളല്ലേ, എല്ലാ കാലത്തും അതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ സെക്രട്ടറി പറഞ്ഞു ദേശീയ നേരത്തെ അറിയിച്ചിട്ടുണ്ടോ? ആര് പറഞ്ഞു? ഞാൻ മനസ്സിലാക്കി. അത് പുതിയ കാര്യമല്ലല്ലോ, നേരത്തെ അറിയിച്ചത്. ദൈനംദിന കാര്യങ്ങളെല്ലാം അപ്പോഴും അറിയിക്കാറുണ്ട്, എല്ലാ ദിവസവും അറിയിക്കാറുണ്ട്, പുതിയ കാര്യമല്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് തോൽവിയിലേറ്റ കനത്ത പരാജയം, ആ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം പ്രതിപക്ഷ നിരയിലെ അംഗബലം വളരെ കുറവാണ്. പ്രതിപക്ഷ നിരയെ നയിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ തന്നെ നയിക്കണമോ എന്ന ചോദ്യം CPIഎമ്മിനുള്ളിൽ തന്നെയുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആർക്ക്, അതുമായി ബന്ധപ്പെട്ടും തർക്കം നിൽക്കുന്നത്. ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് ഇതിൽ പലതും മാധ്യമ വാർത്തയെന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം AKG സെന്ററിൽ എത്തിയതിനു ശേഷം ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഉണ്ടായിരുന്നു. മുന്നണി സംവിധാനത്തെ നിലനിർത്താൻ CPI നൽകുന്ന പ്രാധാന്യം അത് CPIഎമ്മും നൽകണം എന്ന്. ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുമ്പോഴും അത്ര എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്ന ഒന്നാണോ ഇത്? അഭിലാഷ്, പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നുള്ളത് ഇടതുമുന്നണിയിൽ ഊരാക്കുടുക്കും അഴിയാക്കുരുക്കുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് കുരുക്ക് മാറ്റാമെന്ന വലിയ ചർച്ചകൾ പല തലങ്ങളിൽ നടക്കുമ്പോൾ അത്ര എളുപ്പമൊന്നും അത് സാധ്യമല്ല. അതിന് കാരണം സാധാരണഗതിയിൽ മുന്നണിയിൽ ഒരാവശ്യം ഉന്നയിക്കും, അല്ലെങ്കിൽ ഉപേക്ഷ ചർച്ചയിലോ അല്ലെങ്കിൽ CPM നേതൃത്വത്തിലോ ഒരാവശ്യം അറിയിക്കുകയാണ് CPIയുടെ പതിവ്. അത് ആയില്ലെങ്കിൽ പിന്നീട് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ശേഷമാകാം ഒരു പക്ഷേ പരസ്യ പ്രതികരണങ്ങൾക്കൊക്കെ പോകാറുള്ളത്. പക്ഷേ ഇത്തവണ ആ തീരുമാനം CPM എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വം പരസ്യമായി മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് വ്യക്തമാക്കി. അവിടെയാണ് പ്രതിസന്ധികളുടെ തുടക്കം. CPM ആകട്ടെ ഈ ഒരു പദവി വിട്ടുനൽകിയതിനെക്കുറിച്ച് ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ഉറച്ച നിലപാടെടുക്കുന്നത് ഉപനേതാവ് പദവി വിട്ടു നൽകാൻ കഴിയില്ല. കീഴ്വഴക്കങ്ങൾ അതല്ല. 2011 VS അച്യുതാനന്ദൻ്റെ ഉപനേതാവായി കോടിയേരി ബാലകൃഷ്ണൻ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക്, പ്രതിപക്ഷ നിരയിലേക്ക് ഇടതുമുന്നണി എത്തുന്നത്. അന്ന് നൽകാത്തത് ഇപ്പോൾ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് KN ബാലഗോപാലിന്, കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പദവിയാണ്, അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് CPM നിലപാടെടുക്കുന്നു. അതോടുകൂടിയാണ് ബിനോയ് വിശ്വം സമ്മർദ്ദത്തിലായത്. പുറത്ത് പാർട്ടി നിലപാട് പറയുകയും ചെയ്തു. ഇനി പിന്മാറാൻ കഴിയാത്ത ഒരു സാഹചര്യവുമായി. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഇക്കാര്യം ബിനോയ് തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ പുറത്ത് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന വിമർശനം ബിനോയ്ക്കെതിരെ ഉയർന്നു. അത് പാർട്ടി തീരുമാനിച്ച കാര്യം പുറത്ത് പറഞ്ഞതിൽ തെറ്റില്ല എന്ന ഒരു വിശദീകരണം ബിനോയ് നൽകി. ഏതായാലും ഇപ്പോൾ മറ്റു വഴികളില്ല. AK സെന്ററിലെത്തി MV ഗോവിന്ദനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. MV ഗോവിന്ദൻ ആ ആവശ്യം തള്ളിക്കളഞ്ഞു. അവരുടെ നിലപാട് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാനാകില്ല എന്ന നിലപാട് ബിനോയ് വിശ്വത്തെ നേരിട്ട് MV ഗോവിന്ദൻ അറിയിച്ചു. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമാനമായിരുന്നു. അതോടുകൂടി ഇനി കേന്ദ്ര നേതൃത്വങ്ങളിൽ മാത്രമാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതീക്ഷ. നേരത്തെ PMC വിവാദവും മറ്റും ഉണ്ടായപ്പോൾ MA ബേബി ഇടപെട്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം, കരാറിൽ നിന്ന് പിന്മാറാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത്തരമൊരു ഇടപെടലാണ് ബിനോയ് വിശ്വം പ്രതീക്ഷിക്കുന്നത്. MA ബേബിയുമായും അതുപോലെ തന്നെ CPIയുടെ ദേശീയ നേതൃത്വവുമായും ബിനോയ് സംസാരിക്കും. പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടും. അല്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകണമെന്ന് ആവശ്യമുള്ളവരുണ്ട്. ആ കടുത്ത നിലപാട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭയിൽ ഇതുവരെ നിയമസഭാ യോഗം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്നുള്ളതാണ്. പക്ഷേ അതിനോട് CPI നേതൃനിരയിലെ ബഹുഭൂരിപക്ഷവും യോജിക്കുന്നില്ല. അത് മുന്നണി ബന്ധങ്ങളുടെ അങ്ങേയറ്റത്തെ ഉരച്ചിലിന് കാരണമാകും. അത് ഇത്രയധികം ദുർബലമായ ഒരു മുന്നണിക്ക് താങ്ങാനാകുന്ന ഒന്നല്ല. അതിന് CPI നിന്നുകൊടുക്കരുതെന്ന് പറയുന്നവരുണ്ട്. മറുഭാഗമാകട്ടെ അങ്ങനെ എല്ലാ എക്കാലത്തും വിട്ടുവീഴ്ച ചെയ്ത് മുന്നണി ബന്ധത്തിൻ്റെ
പവിത്രതയും കരുത്തുമൊക്കെ കാത്തുസൂക്ഷിക്കേണ്ട കാര്യം CPIക്ക് മാത്രമാണ് ഉള്ളതെന്ന ചോദ്യമുണ്ട്. ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധി CPIയിലുണ്ട്. പല കാലങ്ങളിലായി പല കാര്യങ്ങളിൽ CPM അവഗണിക്കുന്നു. അതിൻ്റെ ഒടുവിലത്തെ കണക്കായാണ് ഇപ്പോൾ ഈ ഉപനേതാ പദവിയെ പറ്റി പറയുന്നത്. ആർക്കും ഒരു നഷ്ടമില്ലാത്ത പദവിയാണ്. സർക്കാരിന് 5 പൈസയുടെ സാമ്പത്തിക ബാധ്യതയില്ല. കാറോ അല്ലെങ്കിൽ മറ്റ് ക്യാബിനറ്റ് റാങ്കോ ഒന്നുമില്ലാത്ത പദവി. എന്നിട്ടും എന്തിന് CPM പിടിവാശി പുലർത്തുന്ന ചോദ്യമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. CPM ആകട്ടെ തീർച്ചയായും അവിടെ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ നിലയിൽ ഇതൊക്കെ ആഭ്യന്തര വിഷയങ്ങൾ എന്ന നിലയിൽ പൂർണ്ണമായും പുറത്തു പറയാറില്ല എങ്കിൽ ഇതിപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു കഴിഞ്ഞു. ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പദവി ലഭിക്കുന്നില്ല എങ്കിൽ അത് പാർട്ടി കീഴടങ്ങി എന്ന തരത്തിലുള്ള വിമർശനം പാർട്ടിയുടെ സെക്രട്ടറിക്ക് തന്നെ നേരിടേണ്ടതായി വരും എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് CPIക്കുള്ളിലും വലിയ തോതിലുള്ള അമർഷം രൂപപ്പെടുത്തിയേക്കാം എന്നതൊരു ഭാഗം. മറുഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്, ഇപ്പോൾ ED വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത്തരം വിഷയങ്ങളിലടക്കം നിരുപാധികമായൊരു പിന്തുണയാണ് CPIയുടെ ഭാഗത്ത് നിന്നൊക്കെ ലഭിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഐക്യം ആവശ്യമായി വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പരിഹാരം CPIന് വിട്ടുവീഴ്ച ചെയ്യുക എന്നതിനപ്പുറത്തൊരു സൊല്യൂഷൻ ഇല്ലല്ലോ. അത് CPIൽ നിന്നുണ്ടാകുമോ? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. CPM വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യാനല്ല യോഗമെങ്കിൽ പോലും ഈ ഒരു വലിയൊരു പ്രതിസന്ധിയായ മുന്നണിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും CPM ചർച്ച ചെയ്ത് പോയേക്കാം. ഉപനേതാവ് പദവി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് CPM തുടരുന്നത്. ഇതൊരു സാങ്കേതിക പദവി മാത്രമാണ്, ആലങ്കാരിക പദവി മാത്രമാണെങ്കിലും അത് വിട്ടു നൽകേണ്ട എന്ന് തന്നെയാണ് നിലപാട്. കാരണം പിണറായി വിജയൻ 5 വർഷ ടൈമിൽ പൂർണ്ണമായും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടാകില്ല. അദ്ദേഹം ഇടയ്ക്ക് വെച്ചെങ്കിലും മാറുമെന്നൊരു പ്രതീക്ഷയാണ് പൊതുവിൽ CPM കേന്ദ്രങ്ങൾക്ക് ഉള്ളത്, വിലയിരുത്തലാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഉപനേതാവായി ബാലഗോപാൽ ഇപ്പോൾ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് CPMൻ്റെ ലക്ഷ്യം. അതിന് ആ പദവി അനിവാര്യമാണ്. സഭയിൽ പോലും അത്തരമൊരു പ്രാതിനിധ്യം പ്രാമുഖ്യം ബാലഗോപാൽ ലഭിക്കണമെങ്കിൽ ഉപനേതാവ് എന്ന പദവി വേണം. കോൺഗ്രസിൽ വലിയ കലഹമുണ്ടായിരുന്ന സമയത്താണ് G കാർത്തികേയനെ ഉപനേതാവാക്കിയവർ കരുണാകരന് കീഴിൽ കൊണ്ടുവരുന്നത്. അന്ന് തൊട്ട് തന്നെ ഉപനേതാക്കൾക്ക് പ്രത്യേക ഒരു പ്രിവിലേജ് നിയമസഭയിലുണ്ട്, അങ്ങനെ ഇല്ലാത്ത പദവിയാണെങ്കിൽ പോലും. അതുകൊണ്ട് ബാലഗോപാലിനെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിക്കുമ്പോൾ അത് CPIക്ക് വിട്ടു നൽകിയാൽ അതിന് കഴിയില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായ ഒരു MLA മാത്രമായി ബാലഗോപാൽ അവിടെ അരുൺ തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ CPMഉം CPIയും തമ്മിലുള്ള തർക്കം അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഇതാ ഈ കോൺഗ്രസ് ക്യാമ്പുകളിലും അല്ലെങ്കിൽ CPIയുടെ ചില ഹാൻഡിലുകളിലും എങ്കിലും എന്തിനാണ് ഇങ്ങനെ ഈ ഇടതുമുന്നണിയിൽ ഇത്രയും സഹിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ അതിനുള്ള ഒരു സമീപകാല സാഹചര്യമില്ല. പക്ഷേ ഈ അസ്വാരസ്യങ്ങളുടെ ഒരു തുടക്കം അല്ലെങ്കിൽ കല്ലുകടിയുടെ തുടക്കം അതൊക്കെയാണല്ലോ ഏറ്റവും ഒടുവിൽ. ഇപ്പോൾ ഇതാ തമിഴ്നാട്ടിൽ നമ്മളിത് കാണുന്നതാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്നു DMKയും കോൺഗ്രസും ഒക്കെ. ഇപ്പോഴിതാ DMK പാർലമെന്റിൽ തന്നെ മറ്റൊരു ബ്ലോക്കായി ഇരിക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ സൂചിപ്പിക്കുന്ന പോലെ മറ്റൊരു ബ്ലോക്കായി ഇരിക്കുക, അതല്ലെങ്കിൽ മുന്നണിയോടുള്ള അകൽച്ച കൂടിക്കൂടി വരിക, അതിന് വഴിയൊരുക്കുന്ന ഒന്നിലേക്കാണോ എത്തുന്നത്? അകൽച്ചയുണ്ടാകുന്നു. പക്ഷേ CPI സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇടതുമുന്നണി വിട്ടു പോകുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ ഇത്തരം ഏതെങ്കിലും കാര്യത്തിൽ ഇത്ര വലിയ തർക്കമുണ്ടായെങ്കിൽ പക്ഷേ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് UDF സുശക്തമായൊരു മുന്നണിയാണ്. അവിടെ കൂടുതൽ കക്ഷികളെത്തി വലിയ വിജയം തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് പൊടുന്നനെ CPI കൈകൊടുത്ത് സ്വീകരിക്കുമെന്ന് കരുതാൻ വയ്യ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ CPIയും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് പോകുന്നു. ദേശീയ തലത്തിൽ ഒറ്റ മുന്നണിയാണ്, അതൊക്കെ വസ്തുതയാണ്. പക്ഷേ കേരളത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഉടൻ പോകാൻ ഇടയില്ല. CPIയും അത് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ CPMനൊപ്പം തന്നെ പോകണം, ഒരു ഇടതുപക്ഷം എന്ന തരത്തിൽ മുന്നോട്ട് പോകണം CPI ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ തടസ്സങ്ങളുണ്ട്. CPMൻ്റെ അവഗണനയുടെ ചരിത്രം തന്നെ CPI നേതാക്കൾ പറയുന്നു. നേരത്തെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ടൂറിസം ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട വകുപ്പുകളും CPI മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പുകളാണ്. കാലക്രമേണ വകുപ്പുകൾ എടുക്കുന്നു, ചില സീറ്റുകൾ എടുക്കുന്നു. അത് നിയമസഭയിൽ ലോക്സഭാ സീറ്റുകളും എടുക്കുന്നു. രാജ്യസഭാ സീറ്റുകൾ വരുമ്പോൾ അവിടെ അവഗണന വരുന്നു. നേരത്തെ നായനാരുടെ കാലത്തൊക്കെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം നടത്താൻ മുഖ്യമന്ത്രിക്കൊപ്പം ചന്ദ്രശേഖരൻ നായരും അതുപോലെ ബേബി ജോണും ഒക്കെ എത്താറുണ്ട്. അത് പിന്നീട് ചുരുങ്ങി വാർത്താ സമ്മേളനങ്ങൾ, മന്ത്രിസഭാ യോഗത്തിലെ വാർത്താ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രിയുടെ മാത്രമാക്കി മാറ്റി. അങ്ങനെ പല അവഗണനയുടെ ചരിത്രങ്ങൾ CPI നേതാക്കൾ യോഗങ്ങളിലൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ
മുന്നണി വിട്ടുപോകാൻ തക്ക ഒരു സാഹചര്യമല്ല. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ മുന്നണി സംവിധാനത്തെ ഇടതുമുന്നണിയെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതായി ഒന്ന് മാത്രമായി മാറും. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിലേക്ക് CPI പോകില്ല. നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കാനും അത് തയ്യാറാകില്ല. പകരം നിയമസഭയിലെ ഇടതുമുന്നണിയുടെ പാർലമെന്റ് നിയമസഭാ കക്ഷി സ്ഥാനങ്ങളുണ്ട്, വിപ്പടക്കമുള്ള പദവികളുണ്ട്. അത്തരം പദവികൾ ഏറ്റെടുക്കാതെ പ്രതിഷേധം അറിയിക്കാനാകാം എൻ്റെ ഒരു പരമാവധി കടുത്ത തീരുമാനം CPI എടുക്കും. യെസ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിര എന്നത് അത്രമേൽ ദുർബലമാണ്. അതിനിടയിലാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ CPIM-ഉം അത് കഴിഞ്ഞാൽ പിന്നീട് CPI-യും തമ്മിലുള്ള തർക്കം. അത് ഉപനേതാവിനെ ചൊല്ലിയാണ് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആ തർക്കത്തിനൊരു പരിഹാരവും ആകുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം. ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ CPI കാലങ്ങളായി മുന്നണിയിൽ വലിയ അവഗണനയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് CPI-ന് ഒരു വലിയേട്ടൻ മനോഭാവമുണ്ട് എന്നും എല്ലാ പദവികളും തട്ടിയെടുക്കുന്നു, CPI-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം ഇല്ലാത്ത തരത്തിലേക്ക് സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു അവഗണന സഹിച്ച് തുടരണോ എന്ന ചോദ്യം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.